ഡാമുകൾ തുറന്നതുകൊണ്ടല്ല അതിതീവ്ര മഴയാണ് പ്രളയ സമാനമായ സാഹചര്യത്തിന് കാരണമെന്ന് മുഖ്യമന്ത്രി വി ഡി സതീശൻ. മഴക്കെടുതിയിൽ സംസ്ഥാനത്ത് 15 മരണമാണ് സ്ഥിരീകരിച്ചിരിക്കുന്നതെന്നാണ് റിപ്പോർട്ട് ലഭിച്ചു എന്നാണ് മുഖ്യമന്ത്രി വാർത്താസമ്മേളനത്തിൽ പറഞ്ഞത്. 7 പേരെയാണ് കാണാതായത്. ദുരന്ത നിവാരണ അതോറിറ്റി മുന്നൊരുക്കങ്ങൾ നടത്തി. മൂഴിയാർ ഡാം തുറന്നതല്ല പമ്പയിലെ വെള്ളക്കെട്ടിന് കാരണമെന്നും മുഖ്യമന്ത്രിയുടെ ന്യായീകരണം. എല്ലാ ജില്ലകളിലും സ്ഥിതിഗതികൾ നിയന്ത്രണാധീനമാണ് എന്നാണ് റിപ്പോർട്ട് കിട്ടിയിട്ടുള്ളത്. പത്തനംതിട്ട ജില്ലയിൽ മാത്രം കുറച്ച് സ്ഥലങ്ങളിൽ വെള്ളം ഇറങ്ങിപ്പോകാനുണ്ട്. ഇപ്പോൾ സംസ്ഥാനത്തുടനീളം ആകെ ഉള്ളത് 316. ഇന്ന് രാവിലെ 9 മണി വരെയുള്ള റിപ്പോർട്ടാണ്. 316 ക്യാമ്പുകളിലായി 11,018 പേരാണ് ഇപ്പോൾ ഉള്ളത്, ക്യാമ്പുകളിൽ ഇപ്പോൾ ഉള്ളത്. നമ്മൾ ഇതുവരെ മരിച്ചവരുടെ എണ്ണം കണക്കാക്കിയിട്ടുള്ളത് 15ആണ്. മിസ്സിങ് ഉള്ളത് 7 പേരാണ്. 15 പേര് മരിക്കുകയും 7 പേര് മിസ്സിംഗ് ആയിട്ടുള്ള റിപ്പോർട്ടാണ് നമുക്ക് ഇതുവരെ കിട്ടിയിട്ടുള്ളത്. മഴക്കെടുതികൾക്കിടയിലെ പൊന്നാനി വിരുന്നിനെ ന്യായീകരിച്ച് മുഖ്യമന്ത്രി വി ഡി സതീശൻ. തനിക്ക് ഭക്ഷണം കഴിക്കേണ്ടേ എന്ന് പ്രശ്നത്തെ ലളിതവൽക്കരിച്ചു വി ഡി സതീശൻ. മാധ്യമങ്ങളുടെ ചോദ്യങ്ങളോട് തട്ടിക്കയറിയായിരുന്നു മുഖ്യമന്ത്രിയുടെ പ്രതിരോധം. ഞാനൊന്ന് ഭക്ഷണം കഴിച്ചു പോയി. നിങ്ങൾ എത്ര അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഞാൻ 3 മണിക്കാണ് ഞാൻ മലപ്പുറത്ത് എത്തുന്നത്, പൊന്നാനിയിലെത്തുന്നത്, സി ഹരിദാസ് സാറിൻ്റെ വീട്ടിൽ. ഞാൻ അപ്പുറത്തെ വീട്ടിൽ എനിക്ക് ഭക്ഷണം അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു, എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ വീട്ടിൽ. ഞാൻ ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? 3 മണിക്കാണ് ഞാൻ ഭക്ഷണം കഴിക്കുന്നത്. എന്ത് തെറ്റാണ്, എന്തൊരു അപവാദ പ്രചരണം, എന്തൊരു ഹീനമായ അപവാദ പ്രചരണമാണ് നടക്കുന്നത്. ഞാൻ ഭക്ഷണം കഴിക്കുന്ന എങ്ങനെ എന്ത് മാച്ചിങ് ആണുള്ളത്? നീലയും കറുപ്പോ? നിങ്ങളെന്താ ഒരു ഭക്ഷണം കഴിക്കുന്നത് ഫോട്ടോ എടുത്ത് പുറത്തു കൊടുത്തതിന് നിങ്ങൾ എന്താ ഔചിത്യമാണ് നിങ്ങളുടെ ചോദ്യത്തിൽ? അല്ലത് ഭക്ഷണം കഴിച്ചു തെറ്റുപറ്റിപ്പോയി, ഇനി മുതൽ ഭക്ഷണം കഴിക്കാതിരിക്കും. എന്തൊരു മര്യാദകേടാണ്! എത്ര ഹീനമായിട്ടുള്ള പ്രചരണമാണ്. ഒരു സ്ഥലത്ത് ഭക്ഷണം കഴിക്കുന്നത്, ഒരു സ്ഥലത്ത് വെള്ളം എടുക്കുന്നത്. അല്ല, ഒരു ചോദ്യത്തിന് മറുപടി പറ. അല്ല, ഇതിനൊന്നും മറുപടി പറ. എന്താ ഔചിത്യക്കുറവാണ് ഭക്ഷണം കഴിച്ചതിന്? ഞാൻ സൽക്കാരത്തിലല്ല പോയത്, എനിക്ക് ഭക്ഷണം കഴിക്കാനാണ് പോയത്. സ്വകാര്യ ആവശ്യത്തിനായി ഹെലികോപ്റ്റർ യാത്ര നടത്തിയതിൽ ന്യായീകരണവുമായി മുഖ്യമന്ത്രി. നിക്ഷേപകരെ കാണാൻ പോയതാണെന്ന് മുഖ്യമന്ത്രി വാദിച്ചു. എന്നാൽ കൂടിക്കാഴ്ചയുടെ വിശദാംശങ്ങൾ ചോദിച്ചപ്പോൾ മുഖ്യമന്ത്രിക്ക് മറുപടിയില്ല. ഞാൻ ഒരു സ്ഥലത്തും ഹെലികോപ്റ്റർ എടുത്ത് പഴയ മുഖ്യമന്ത്രി യാത്ര ചെയ്യുന്നതിനെ കുറിച്ച് ഞാൻ പരാതി പറഞ്ഞിട്ടില്ല. 1 നിൽക്കേ 2 നിങ്ങൾ വ്യാപകമായി പ്രചരിപ്പിച്ചു സോഷ്യൽ മീഡിയയിൽ കൂടി CPM നേതാക്കൾ. ഞാൻ ഹെലികോപ്റ്റർ എടുത്തിട്ട് സ്വകാര്യ യാത്രയ്ക്കാണ് പോയതെന്ന് പറഞ്ഞു. ഞാൻ പോയത് നിങ്ങളോട് പറഞ്ഞുതരാം. ഞാൻ പോയത് ഒരു ഇൻവെസ്റ്റ്മെൻറ്റ് ഗ്രൂപ്പ് കൊച്ചിയിലുണ്ടായിരുന്നു കാണാൻ വേണ്ടിയിട്ട്. അവർ രാത്രി ഡിന്നർ മീറ്റിങ്ങിന് പറഞ്ഞത്. അവർ തമിഴ്നാട് മുഖ്യമന്ത്രിയായിട്ട് കണ്ടതിന് ശേഷമാണ് കൊച്ചിയിൽ വന്നത്. ഞാൻ വന്ദേ ഭാരതിന് ബുക്ക് ചെയ്തിരുന്നു പോകാൻ. രാത്രി അവിടെ എത്തി അവരോട് സംസാരിക്കാൻ. അപ്പോൾ അവർക്ക് അത്യാവശ്യമായി സന്ധ്യയ്ക്ക് ഡൽഹിയിലേക്ക് തിരിച്ചു പോകണം എന്ന് പറഞ്ഞു. അവരെ അറിയിച്ച്, അപ്പോൾ അതിനു മുമ്പ് അവരെ കാണണം. കാരണം തമിഴ്നാട് കൂടി അതിൽ ശ്രമിക്കുകയാണ് ആ ഇൻവെസ്റ്റ്മെൻറ്റിന് വേണ്ടിയിട്ട്. അവരെ തമിഴ്നാട് മുഖ്യമന്ത്രി കണ്ടിട്ടും ഞാൻ കാണാതെ പോയാൽ അതൊരു ബുദ്ധിമുട്ടാവുന്നത്, പിന്നീട് ഒരു ആക്ഷേപവും. അതുകൊണ്ടാണ് ഹെലികോപ്റ്റർ. പിന്നെ ഞാൻ ഹെലികോപ്റ്റർ ഉപയോഗിച്ചതിൽ 1 രൂപ പോലും സർക്കാരിന് നഷ്ടം ഉണ്ടായിട്ടില്ല. 1 രൂപ പോലും സർക്കാരിന് അധിക ചിലവുണ്ടായിട്ടില്ല. ഇപ്പോൾ ഈ വാർത്താ സമ്മേളനത്തിന്റെ വിശദാംശങ്ങളുമായി നൃപൻ ചക്രവർത്തി തിരുവനന്തപുരത്ത് നിന്ന് ചേരുകയാണ്. നൃപൻ, ഒരു പ്രധാനപ്പെട്ട കാര്യം, ഇപ്പോൾ അതിതീവ്രമായ മഴ, മിന്നൽ പ്രളയം സമാനമായ സാഹചര്യം സംസ്ഥാനത്ത് പലയിടത്തും രൂപപ്പെട്ടു. വ്യാപകമായ ഉരുൾപൊട്ടൽ, ഇതൊക്കെയാണ് കേരളത്തിൽ സംഭവിച്ചത്. ഇതിന്റെ പശ്ചാത്തലത്തിൽ മുഖ്യമന്ത്രി വി ഡി സതീശൻ നടത്തുന്ന ആദ്യ വാർത്താ സമ്മേളനമായിരുന്നു ഇന്ന്. നോക്കൂ, ആ വാർത്താ സമ്മേളനത്തിൽ അതുമായി ബന്ധപ്പെട്ട് അതിനെ പ്രതിരോധിക്കാൻ നടത്തുന്ന ശ്രമങ്ങളൊക്കെ എത്രമാത്രം എന്ന് ഫലപ്രദമായി പറയുന്നൊരു വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിന് എത്ര സമയം ചെലവഴിക്കേണ്ടി വന്നു? അദ്ദേഹവുമായി ഉയർന്നു വന്ന ഈ സാഹചര്യത്തിൽ ഒട്ടും ഭൂഷണമല്ലാത്ത ഒട്ടേറെ ആക്ഷേപങ്ങൾ ഉയർന്നു. ആ ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ അദ്ദേഹത്തിന് ഏറെ സമയം ചെലവഴിക്കേണ്ടി വന്നു. അത് പലതും ഇപ്പോഴും പൂർണ്ണമാവാതെ കിടക്കുകയും ചെയ്തു. തുടർ ചോദ്യങ്ങൾ ചോദിച്ചാൽ അദ്ദേഹം ക്ഷുഭിതനാകുന്നു. അതുതന്നെയല്ലേ ഇതിൻ്റെ പ്രശ്നം? കാരണം ഇത്ര വലിയൊരു സാഹചര്യത്തിലൂടെ കേരളം കടന്നു പോകുമ്പോൾ അതിനടുത്ത നടപടികൾ വിശദീകരിക്കേണ്ട മുഖ്യമന്ത്രിക്ക് അതെല്ലാം മാറ്റിവെച്ച് പലവിധ ആക്ഷേപങ്ങൾക്ക് മറുപടി പറയാൻ സമയം ചെലവഴിക്കേണ്ടി വന്നു എന്നത് തന്നെയല്ലേ ഏറ്റവും പ്രധാനപ്പെട്ട ഭരണപരമായ ന്യൂനത?
തീർച്ചയായും ശരത്ത്, ഒരു രാത്രിയും ഒരു പകലും പെയ്ത മഴ കൊണ്ട് തന്നെ പ്രളയ സമാനമായ അവസ്ഥ പല ജില്ലകളിലും ഉണ്ടാകുന്നു. 15 മരണങ്ങളാണ് റിപ്പോർട്ട് ചെയ്തത്. 7 വരെ കാണുവാനില്ല. തിരച്ചിൽ തുടരുകയാണ്. അത്തരത്തിൽ ഗുരുതരമായ ഒരു അന്തരീക്ഷം നിലനിൽക്കുമ്പോൾ ആദ്യ യോഗം, അടിയന്തര മുഖ്യമന്ത്രി വിളിച്ച ഇന്നത്തെ യോഗത്തിൻ്റെ പേര് തന്നെ അടിയന്തര യോഗമാണ്. അതായത് പ്രളയം ആരംഭിച്ചിട്ട്, മഴക്കെടുതിൽ ആരംഭിച്ചിട്ട് എത്ര ദിവസമായി എന്ന കാര്യം ഓർക്കണം. അങ്ങനെ ഒരു യോഗം ചേർന്ന ശേഷം മുഖ്യമന്ത്രി അത് ബ്രീഫ് ചെയ്യുമ്പോൾ എന്തുമാത്രം അദ്ദേഹത്തെ വ്യക്തിപരമായി ബാധിക്കുന്ന വിവാദങ്ങൾക്ക് അദ്ദേഹത്തിന് മറുപടി പറയേണ്ടി വരുന്നു എന്നതാണ് ശരത് മുഖവരിയായി പറഞ്ഞത്. ഇന്നത്തെ വാർത്താ സമ്മേളനത്തിൽ അദ്ദേഹത്തിൻ്റെ ബോഡി ലാംഗ്വേജ്, അദ്ദേഹത്തിന് തന്നെ മറുപടി പറഞ്ഞതിൽ എത്രമാത്രം യുക്തിസഹജമായി അദ്ദേഹത്തിന് മറുപടി പറയാൻ കഴിഞ്ഞു എന്ന് ജനങ്ങൾ കാണുന്നുണ്ട്. അതുതന്നെയാണ് നമ്മൾ അധികം ബ്രീഫ് ചെയ്യാതെ ഏറ്റവും പ്രധാനപ്പെട്ട ജനങ്ങൾക്ക് നൽകാൻ കഴിയുക. രണ്ട് വിവാദങ്ങളുണ്ടായി. ഒന്ന്, ഈ മഴക്കെടുതിയുമായി ബന്ധപ്പെട്ട അവലോകന യോഗങ്ങളും കോർഡിനേഷനും ഏകോപനവും നടന്നില്ല. റവന്യൂ വകുപ്പ് സംബന്ധിച്ച് ഒരു തരത്തിലുള്ള നിലപാടുകൾ സ്വീകരിച്ചില്ല. സർക്കാർ, മുഖ്യമന്ത്രിയും റവന്യൂ വകുപ്പ് ഏകോപനത്തോടുകൂടി മറ്റ് മന്ത്രിമാരുമായി, വകുപ്പുകളുമായി നടത്തിയ ഏകോപനത്തിൽ മാത്രമേ ഇത് സംബന്ധിച്ച റെസ്ക്യൂ അടക്കമുള്ള നടപടികൾ സ്വീകരിക്കാൻ കഴിയൂ. മുന്നറിയിപ്പ് ജൂലൈ മാസം 31-ാം തീയതി, കഴിഞ്ഞ മാസം അവസാനമാണ് കേന്ദ്ര കാലാവസ്ഥാ കേന്ദ്രത്തിന് മുന്നറിയിപ്പ് വരുന്നത്. മണിക്കൂറുകൾ, ദിവസങ്ങൾ വൈകുന്നു ഇത് സംബന്ധിച്ച നടപടികൾ സ്വീകരിക്കാൻ. അതുമായി ബന്ധപ്പെട്ട് നമ്മൾ ഇപ്പോൾ അറിയുന്ന പത്തനംതിട്ടയിൽ തന്നെ ഉണ്ടായിട്ടുള്ള വെള്ളപ്പൊക്കവുമായി ബന്ധപ്പെട്ട് പമ്പ നദിയിൽ ഉണ്ടായ കരകവിഞ്ഞ് ഒഴുകുന്നതുമായി ബന്ധപ്പെട്ട സംഗതി, മൂഴിയാർ ഡാം തുറന്നതുമായി ബന്ധപ്പെട്ട പ്രശ്നങ്ങൾ, ഇത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് സർക്കാർ പ്രതിക്കൂട്ടിലാണ്. അത്തരം കാര്യങ്ങളെ സംബന്ധിച്ച് വ്യക്തമായ മറുപടി മുഖ്യമന്ത്രി പറയുന്നില്ല. അത് സംബന്ധിച്ച് എല്ലാം ഭദ്രമാണ്, ഒരു തരത്തിലും പ്രശ്നങ്ങൾ ഉണ്ടായിട്ടില്ല, സർക്കാർ നടപടികളെല്ലാം സ്വീകരിച്ചു എന്ന് അദ്ദേഹം പറയുന്നു. മറ്റ് രണ്ട് വിവാദങ്ങളെന്ന് പറയുന്നത്, ഒന്ന് ഹെലികോപ്റ്ററിൽ സഞ്ചരിച്ച സ്വകാര്യ യാത്ര എന്നതാണ്. മറ്റൊന്ന് അദ്ദേഹത്തിൻ്റെ പൊന്നാനിയിലെ വിരുന്നും. ഹെലികോപ്റ്റർ യാത്രയുമായി ബന്ധപ്പെട്ട് അദ്ദേഹം ഇപ്പോൾ നൽകുന്ന വിശദീകരണം എന്താണ്? അത് സംബന്ധിച്ച് താൻ ₹1 പോലും ഇതിൽ ദൂർത്ത് നടത്തിയിട്ടില്ല. ₹1 പോലും തനിക്ക് ഈ സർക്കാർ ഖജനാവിന് നഷ്ടം വന്നിട്ടില്ല. അതിൽ നേരത്തെ കോൺഗ്രസ് സൈബർ ഹാൻഡിലുകൾ നൽകിയിട്ടുള്ള നേരത്തെയുള്ള കരാറാണ്. കരാറിൽ ഈ പറഞ്ഞ ഹെലികോപ്റ്റർ ഉപയോഗിച്ചില്ലെങ്കിലും ഉപയോഗിക്കാതെ കടന്നാലും ആ തുക കമ്പനിക്ക് നൽകേണ്ടി വരുമെന്ന ന്യായം. രണ്ടാമത് അദ്ദേഹം പുതുതായി നിരത്തിയ ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം, ഇത് സ്വകാര്യ യാത്രയല്ല എന്നതാണ്. അത് പുതുതായി അദ്ദേഹം പറയുന്ന ഒരു വാദമാണ്. അത് പറയുന്നത്, ഒരു സ്വകാര്യ കമ്പനി, നിക്ഷേപകർ അവിടെ വന്നിരുന്നു. ആ നിക്ഷേപകരെ കാണുന്നതിന് നേരത്തെ സമയം തീരുമാനിച്ചിരുന്നു. പക്ഷേ അപ്രതീക്ഷിതമായി അവർക്ക് നേരത്തെ കൂടിക്കാഴ്ച വേണമെന്ന് ആവശ്യപ്പെട്ടു. അങ്ങനെ വന്ദേ ഭാരതിലെ യാത്ര ഒഴിവാക്കി പെട്ടെന്ന് ഹെലികോപ്റ്ററിൽ പോയതാണ്. അതിന് മാധ്യമപ്രവർത്തകർ തന്നെ ഒരു മറുചോദ്യം ചോദിച്ചു, ഏതാണ് ആ കമ്പനി? ആ കമ്പനിയെ സംബന്ധിച്ച് അദ്ദേഹം വ്യക്തമാക്കാൻ തയ്യാറായിട്ടില്ല. അതിൽ തന്നെ അത് യുക്തിസഹജമായ മറുപടിയാണെന്ന് പറയാൻ കഴിയില്ല. അത് അങ്ങനെ ഒരു കരാറിൽ പോയ ശേഷം മാത്രം നിങ്ങളെ അറിയിച്ചാൽ മതി, ആ കമ്പനിയെ കൂടി ഈ വിവാദത്തിൽ വലിച്ചിടേണ്ട കാര്യമുണ്ടോ എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. മറ്റൊന്ന്, പൊന്നാനിയിലെ സംബന്ധിച്ച ഈ വിരുന്നുമായി ബന്ധപ്പെട്ട സർക്കാരത്തിൻ്റെ ദൃശ്യങ്ങളടക്കം പുറത്തു വന്ന കാര്യമാണ്. അതിൽ മുഖ്യമന്ത്രി ആദ്യം ക്ഷുഭിതനായി, പിന്നെ പരിഹാസത്തോടെ മറുപടി. അദ്ദേഹം പറഞ്ഞ മറുപടി, താൻ ആഹാരം കഴിച്ചു പോയതാണോ തെറ്റ് എന്നതാണ്. തനിക്ക് അത് അറിയില്ലായിരുന്നു. മുൻ മുഖ്യമന്ത്രി ഇങ്ങനത്തെ ഈ പ്രളയത്തിലും അടിയന്തര സാഹചര്യത്തിൽ അദ്ദേഹം നിരാഹാരം ഇരിക്കുകയായിരുന്നു എന്ന കാര്യം താൻ അറിഞ്ഞിരുന്നില്ല. താൻ ആഹാരം കഴിച്ച് തെറ്റായിപ്പോയി. ഈ രണ്ട് കാര്യങ്ങളിലും മാധ്യമപ്രവർത്തകർ ചോദിച്ച ചോദ്യം എന്ന് പറഞ്ഞത് അതിൽ ഔചിത്യക്കുറവാണ്. ഇത് ഇങ്ങനെ ഒരു സന്ദേശമാണ് നൽകുക. കാരണം ജനങ്ങൾ മണ്ണിനടിയിൽ കിടക്കുന്നു, പ്രളയവുമായി ബന്ധപ്പെട്ട് വലിയ തരത്തിലുള്ള കെടുതികൾ ഉണ്ടാകുന്നു, ജനങ്ങളെല്ലാം ദുരിതാശ്വാസ ക്യാമ്പുകളിൽ അവർക്ക് ആവശ്യമായ മരുന്നുകൾ കിട്ടാതെ, ഈ വീട് സംബന്ധിച്ചും അവരുടെ സുരക്ഷിതമായ ആവാസ വ്യവസ്ഥയിൽ തന്നെ വലിയ പ്രശ്നങ്ങൾ ഉണ്ടാകുന്നു. ആ ഘട്ടത്തിൽ ഇത് വരുന്ന സന്ദേശം എന്തായിരിക്കും എന്നതാണ്. അതിൽ എന്താണ് ഔചിത്യക്കുറവ് എന്നതായിരുന്നു മുഖ്യമന്ത്രിയുടെ മറുപടി. അതിലും അദ്ദേഹത്തിന് യുക്തിസഹജമായ മറുപടി പറയാൻ കഴിഞ്ഞു. താൻ 3 മണിക്ക് ആഹാരം കഴിച്ചു. താൻ ആഹാരം കഴിച്ചത്, ഭക്ഷണം കഴിച്ചത് നിങ്ങൾ വിവാദമാക്കുന്നു, നിങ്ങൾ പരിഹസിക്കുകയാണ്, നിങ്ങൾ വ്യാപകമായ അപവാദ പ്രചരണമാണ് നടത്തിയതെന്ന് പൂർണ്ണമായ ആരോപണം മാധ്യമങ്ങൾക്ക് നേരെയാണ് അദ്ദേഹം വിരൽ ചൂണ്ടിയത്. പക്ഷേ ഇത് അദ്ദേഹത്തിന് ഈ രണ്ട് വിവാദങ്ങളിലും, ഒന്ന് ശരത്ത് നേരത്തെ മുഖവരെ സൂചിപ്പിച്ച ഏകോപനം സംബന്ധിച്ച വീഴ്ച, ഇപ്പോൾ തന്നെ കാലാവസ്ഥാ വിദഗ്ധരും ഈ രംഗത്തുള്ള വിദഗ്ധരൊക്കെ തന്നെ ഇപ്പോൾ തന്നെ ആരോപണം ഉന്നയിച്ചിട്ടുണ്ട്. ഞാൻ നേരത്തെ പറഞ്ഞതുപോലെ ജൂലൈ 31-ന് 3 മണിക്ക് വരുന്ന ഈ അലർട്ട് ഉണ്ടായിട്ടും അതിൽ പ്രത്യേകിച്ച് റെഡ് സോൺ അടക്കം അവർ മെൻഷൻ ചെയ്തിരുന്നു. പ്രളയത്തിന് സമാനമായ അതിതീവ്ര മഴയുണ്ടാവുമെന്നും വെള്ളപ്പൊക്കത്തിനും പ്രളയത്തിലേക്ക് പോകാനുള്ള സാഹചര്യമുണ്ട് എന്നും. അങ്ങനെയാണ് ദുരന്ത നിവാരണ അതോറിറ്റി അതിനനുസരിച്ച് വീണ്ടും ഒരു പ്ലാൻ സർക്കാരിന് സമർപ്പിക്കുന്നത്. അതിൽ റവന്യൂ വകുപ്പിനും മുഖ്യമന്ത്രിക്കും ഏകോപനത്തിൻ്റെ ചുമതല ഭംഗിയായി ചെയ്യാൻ കഴിഞ്ഞില്ല. മാത്രമല്ല മറ്റു മന്ത്രിമാർക്ക് ജില്ലകളുടെ ചുമതല കൊടുത്തു എന്നതല്ലാതെ ഏകോപനത്തിന് ഒരു തരത്തിലുള്ള ആ ഒരുക്കങ്ങൾ നടത്തിയിട്ടില്ല, മുന്നൊരുക്കം നടത്തിയിട്ടില്ല എന്ന തരത്തിലുള്ള വിവാദമാണ് ഇപ്പോൾ നിലനിൽക്കുന്നത്. അപ്പോഴാണ് ഈ രണ്ട് വിവാദങ്ങൾ കൂടി മുഖ്യമന്ത്രി പ്രതിക്കൂട്ടിലാകുന്നത്. അതിൽ യുക്തിസഹജമായ മറുപടി പറയാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു എന്ന കാര്യം ഈ ജനങ്ങൾ വിലയിരുത്തേണ്ടതാണ്. പക്ഷേ ഈ പറഞ്ഞ രണ്ട് വാദങ്ങളും ആ നിലയ്ക്ക് നിൽക്കുന്നതാണോ എന്ന കാര്യം സംശയാസ്പദമാണ്. ശരത്.